ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ തടഞ്ഞതായി ആരോപണം. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥിയും രക്ഷിതാക്കളുമാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. എന്നാൽ സ്കൂളിൽ അനുവദീയമല്ലാത്ത വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിയും രക്ഷിതാക്കളും മറ്റു ചിലരും ചേർന്ന് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് സ്കൂളിൻ്റെ വിശദീകരണം. കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇതൊരു പ്രധാന വിഷയം തന്നെയാണ്. എന്താണ് സ്കൂൾ അധികൃതരും ഈ വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പറയുന്നത്? രാജേഷ്, കഴിഞ്ഞ ദിവസമാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലേക്ക് ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വന്ന കുട്ടിയെ സ്കൂൾ അധികൃതർ തടഞ്ഞു എന്നുള്ളൊരു ആരോപണമാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ആദ്യം ഉന്നയിച്ചിരുന്നത്. കുട്ടിയുടെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ സ്കൂളിന്റെ ചില ചിട്ടകളുണ്ട്, ഇത് അനുസരിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. സ്കൂളിൽ കൃത്യമായ ഒരു വസ്ത്രധാരണ രീതി പറഞ്ഞിട്ടുണ്ട്. ഈ രീതിക്ക് വിരുദ്ധമായിട്ട് ഈ കുട്ടി പ്രവർത്തിക്കുകയായിരുന്നു. മാത്രമല്ല, ചില ആളുകൾ ഇപ്പോൾ ഈ സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം വരുന്ന രീതിയിലായിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി സ്കൂൾ അധികൃതർ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഇങ്ങനെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നേരെ സമ്മർദ്ദം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്കൂൾ താൽക്കാലികമായി 2 ദിവസത്തേക്ക് അടച്ചിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമായിട്ട് സ്കൂൾ അവധിയിൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി AEOയുമായി ചർച്ചയുണ്ട്. ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏതായാലും ഈ സ്കൂൾ തുറന്നു പ്രവർത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക. നിലവിൽ ഇപ്പോൾ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്കൂളിന് പോലീസ് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. രാജേഷ്.